വമിൻ കുല്ലി ലീഖിൻ മഖറജ, എല്ലാ പ്രയാസത്തിൽ നിന്നുമുള്ള ഒരു എളുപ്പം ലഭിക്കും, ഒരു പരിഹാരം ലഭിക്കും. എന്തിനാണ്? കേവലം ചുരുങ്ങിയ ഒരു അമൽ ചെയ്യൽ കൊണ്ടും, കേവലം ചുരുങ്ങിയ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലൽ കൊണ്ടും നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ, റിസ്ഖിൽ വർധനമുണ്ടാകാൻ, ജീവിതത്തിൽ കാര്യങ്ങളിൽ എളുപ്പമുണ്ടാകാൻ, റാഹത്തുണ്ടാകാനൊക്കെ ഇസ്തിഗ്ഫാർ മതിയാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ആ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? ഏറ്റവും പവറുള്ള ഇസ്തിഗ്ഫാറായി നബി തങ്ങൾ പരിചയപ്പെടുത്തി തന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഇസ്തിഗ്ഫാർ ഏതാണ് എന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ, സകല പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കാൻ മറക്കരുത്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എല്ലാ സംഗതികളും അല്ലാഹു റിസ്ക് നൽകിയതാണ്. നമുക്ക് നൽകിയതെല്ലാം അല്ലാഹു നൽകിയ ഔദാര്യമാണ്, റിസ്ക്കാണ്. നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകുന്നവനാണ് അല്ലാഹു, അല്ലേ? നമുക്കിപ്പോൾ എന്ത് ഭക്ഷണം എത്ര ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള ഖദർ അനുസരിച്ച്, ആ അളവിനനുസരിച്ച് അല്ലാഹു നമ്മളിലേക്ക് എത്തിച്ചു തരുന്നു, അല്ലേ? നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇടതടവില്ലാതെ നമ്മളിലേക്ക് എത്തിച്ചു തരും. എത്രയാണ് ശ്വാസം ആവശ്യമുള്ളത് അത് കൃത്യമായി നമ്മളിലേക്ക് എത്തിച്ചു തരുന്നു. എത്ര എണ്ണമാണോ ശ്വസിക്കേണ്ടത് അത് കൃത്യമായി ശ്വസിക്കാനുള്ള ഒരു സംവിധാനം അല്ലാഹു ചെയ്തു വെച്ചിരിക്കുന്നു, അല്ലേ? എങ്ങനെ എല്ലാ സംഗതികളും. എന്നാൽ ഈ ചെയ്തു തന്ന റിസ്കുകളിൽ ബറക്കത്തുണ്ടാകാനും റിസ്കിൽ വിശാലത ഉണ്ടാകാനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന അമൽ ഒന്ന് ജീവിതത്തിൽ പതിവാക്കി. ഇതെൻ്റെ വകയായി പറയുകയല്ല, മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസ്, ഖൈറുദ് ദുആഇ അൽ ഇസ്തിഗ്ഫാർ. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളിൽ, ദുആകളിൽ ഏറ്റവും മുഖ്യമായത്, ഏറ്റവും പ്രബലമായത്, ഏറ്റവും ഫദിലുള്ളത്, ഏറ്റവും ഖൈറായത്, ഖൈർ എന്ന പദത്തിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു പദം അറബി ഭാഷയിൽ കാണാൻ കഴിയില്ല. ഏറ്റവും ഉത്തമമായത് എന്നുള്ളത്, ഏറ്റവും പവിത്രമായത് എന്നുള്ള അർത്ഥമാണ് ഖൈർ എന്നത്, ഏറ്റവും നല്ലത് എന്ന്. ഓക്കെ, അതിനേക്കാൾ മഹത്വമുള്ള ഒരു വാചകം കാണാൻ കഴിയില്ല. അപ്പോൾ ഖൈറുദ് ദുആഇ അൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ആണ് ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ദുആ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ഏത് ഇസ്തിഗ്ഫാറാണ് ഇനി ചൊല്ലിയാൽ, ഏറ്റവും പവറുള്ള ഇസ്തിഗ്ഫാറോടെ ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇനി ഏത് ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും കിട്ടുന്ന അവർക്കുള്ള നേട്ടങ്ങൾ പറഞ്ഞുതരാം. മൻ അക്സറൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു, കുറഞ്ഞ പക്ഷം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അങ്ങനെ ചൊല്ലി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലുമ്പോൾ നല്ലോണം ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ വാചകം, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഇത് പറഞ്ഞതുകൊണ്ട് ഒരു ഇസ്തിഗ്ഫാറും ആവൂല. അസ്തഗ്ഫിറുല്ലാഹല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ള. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇത് ആരെങ്കിലും ഒരാൾ അധികരിപ്പിച്ചു എന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, ആ മനുഷ്യൻ്റെ ഏതു വലിയ പ്രയാസവും, ഹമ്മ് മനക്ലേശവും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കുന്നതാണ്. എത്ര വലിയ ഹമ്മുകൾക്കും ഒരു എളുപ്പം, ഒരു തുറസ് അള്ളാഹു നൽകും. അതായത് അതിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗം, ഒരു പോംവഴി അള്ളാഹു കൊടുക്കും. വമിൻ കുല്ലി ലീഖിൻ മഖറജ, എത്ര വലിയ ഞെരുക്കത്തിൽ നിന്നും പുറപ്പെടാനുള്ളൊരു തൗഫീഖ് അള്ളാഹു കൊടുക്കും. എത്ര വലിയ ഞെരുക്കം, അത് സാമ്പത്തികമായ ഞെരുക്കമാകട്ടെ, ശാരീരികമായ ഞെരുക്കമാകട്ടെ, മാനസിക ഞെരുക്കമാകട്ടെ, ഏത് വലിയ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പരിഹാരം, ഒരു എളുപ്പം, ഒരു തുറസായ വഴി അള്ളാഹു ചെയ്തു കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അതുമാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് റിസ്ക് നൽകും. ഏതുപോലെ? മിൻ ഹൈസു ലാ യഹ്തസിബ്, കണക്കാക്കാത്ത രൂപത്തിൽ, അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൂടെയുള്ള റിസ്ക് അള്ളാഹു ആ വ്യക്തിയിലേക്ക് നൽകുന്നതാണ് എന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. കാരണം അന്നൽ മുഅ്മിന യസ്നിബു ദംബ, മുഅ്മിനീങ്ങൾ പാപങ്ങൾ ചെയ്യും, മുഅ്മിനീങ്ങളിൽ പാപമുണ്ടാകും. എന്നിട്ടോ ആ പാപത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ആ മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും.
അയാൾ ഇങ്ങനെ ഓർത്തു, അള്ളാഹു എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാപങ്ങൾ ഉണ്ടായല്ലോ. എന്നിട്ട് ഫയസ്തഗ്ഫിറുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് അതിൻ്റെ മേൽ ഇസ്തിഗ്ഫാർ ചെയ്തു, റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ അള്ളാഹ് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ ഫയഗ്ഫിറു ലഹു, അള്ളാഹു അവന് പുറത്തു കൊടുക്കും, അള്ളാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കും, അള്ളാഹു അവൻ്റെ കാര്യങ്ങൾക്ക് റാഹത്ത് നൽകുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പം പാപങ്ങൾ പൊറുക്കുക എന്നുള്ളൊരു വഴിയുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് നാളെ വഷറിൽ ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു നേട്ടം കൂടെ പറഞ്ഞുതരാം. ഇത് അക്സർ അൽ അബ്ദു മിനൽ ഇസ്തിഗ്ഫാർ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു അടിമ ഇസ്തിഗ്ഫാറുകൾ ഒരുപാട് ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരുപാട് ചൊല്ലി, എന്നാൽ റുഫിഅത്ത് സ്വഹീഫത്തുഹു വഹിയ തലഅലു, ആ മനുഷ്യൻ്റെ ഏടിനെ അള്ളാഹു ഉയർത്തും. ആ ഏട് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരിക്കും, മിന്നിത്തിളങ്ങുന്നുണ്ടായിരിക്കും, പ്രകാശിക്കുന്നുണ്ടായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരാളുടെ ഏട് ഇങ്ങനെ പ്രകാശിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഉയർത്തി കാണിച്ചു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി തീരാത്ത രൂപത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് പറയാം. ഇനി റിസ്കിൽ വിശാലത ഉണ്ടാകണം, ഒരുപാട് വിശാലത ചെയ്തു തരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ, അതുപോലെ ദുആക്ക് ഇജാബത്ത് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയുന്നുണ്ട്, വിഷമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും റബ്ബെ സ്വീകരിക്കുന്നില്ല. എത്ര കാലമായിട്ട് ദുആരക്കാം, എത്ര ദുആ എന്നിട്ട് സ്വീകരിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേട്ടു വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, അന്ന മൻ ഖാല ബഅദ സ്വലാത്തിൽ അസ്രി, അസ്ർ നിസ്കാരം, ആ നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, ഇസ്തിഗ്ഫാറാണ്, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ഇതാ പൊറുക്കലിനെ തേടുന്നു, വ അതൂബു ഇലൈഹി, ആ റബ്ബിലേക്ക് തന്നെ ഇതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഞാൻ ഇതാ മടങ്ങുന്നു എന്നാരെങ്കിലും പറഞ്ഞു മിഅത്ത മറത്തൻ, എത്ര തവണ? 100 തവണ. അസർ നിസ്കാര ശേഷം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന ഈ ഒരു ചെറിയ കുഞ്ഞൻ ഇസ്തിഗ്ഫാർ ഒരാൾ ചൊല്ലിയാൽ ഗഫറല്ലാഹു ലഹു, ഒന്നാമത്തെ നേട്ടം അള്ളാഹു അയാൾക്ക് മാപ്പ് കൊടുക്കും, പുറത്തു കൊടുക്കും. രണ്ടാമത് പറയുന്നുണ്ട് വവസഅ അലൈഹി റിസ്ഖഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല വവസഅ അലൈഹി റിസ്ഖഹു, അയാളുടെ റിസ്കിൽ അങ്ങോട്ട് വിശാലത ചെയ്ത് കൊടുക്കുന്നതാണ്. കൊടുത്തതിലൊക്കെ അള്ളാഹു വിശാലത ചെയ്ത് കൊടുക്കും, റിസ്കിൽ, സമ്പത്തിൽ, കുടുംബത്തിൽ, അതുപോലെ കച്ചവടത്തിൽ, അതുപോലെ വാഹനങ്ങളിൽ, വീടിൽ, എല്ലാത്തിലും എന്ത് ചെയ്യും? അള്ളാഹു വിശാലത ചെയ്തു, റിസ്കിൽ വിശാലത ചെയ്തു കൊടുക്കും. അതുമാത്രമല്ല വസ്തജാബ ദുആഉ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ദുആഇന് ഇജാബത്ത് നൽകുന്നതാണ്, ഉത്തരം ചെയ്യുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നേട്ടങ്ങളല്ലേ പറയണത്. അള്ളാഹുവെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. ഇനി എന്ത് ചെയ്യുക, ഞാൻ ഏറ്റവും പവർഫുള്ളായ ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞുതരാം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന് ഏറ്റവും പവറുള്ള ഒരു ഇസ്തിഗ്ഫാർ. എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ ഖൂലു, നിങ്ങൾ പറയണം, ഏതാണ്? തഅല്ലമു സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക وأنا على عهدك ووعدك ما استطعت وأعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ ഒരു ഇസ്തിഗ്ഫാർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ എന്താണ് ഇതിൻ്റെ ഉള്ള ആശയം ചുരുക്കത്തിൽ പറഞ്ഞുതരാം. അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്, നീയാണ് എൻ്റെ രക്ഷിതാവ്, നിന്നെ അല്ലാതെ ആരാധനക്കർഹൻ നീ അല്ലാതെ മറ്റൊരാളുമില്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ, അതുപോലെ ഞാൻ നിൻ്റെ ദാസനാണ്, ഞാൻ നിൻ്റെ അടിമയാണ്, എൻ്റെ കഴിവിനുള്ളിൽ നീ എന്നോട് വാഗ്ദാനം ചെയ്തതിനൊക്കെ ഞാൻ ചെയ്യാൻ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. നീ എന്നോട് എന്തൊക്കെയാണോ കൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുമെന്നിതാ ഉറപ്പ് പറയുന്നു. അതുമാത്രവുമല്ല, ഞാൻ ചെയ്ത തെറ്റുകളെ, ദോഷങ്ങളിൽ നിന്ന് നീ എനിക്ക് മാപ്പ് നൽകണേ, ഞാനിതാ നിന്നോട് അഭയം തേടുകയാണ്. ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ നിന്നോട് ഏറ്റുപറയുകയാണ്, മാപ്പ് നൽകണം അല്ലാഹ്. നീ നൽകിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ എൻ്റെ പാപങ്ങളെല്ലാം ഞാനിതാ സമ്മതിച്ച് പറയുകയാണ്. നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്, അതുപോലെ ഞാൻ നിന്നോട് ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒരുപാടുണ്ട്, അതെല്ലാം ഞാനിതാ ഏറ്റു പറയുന്നു. എനിക്ക് നീ ക്ഷമ നൽകണേ അല്ലാഹ്, അതുപോലെ എന്നോട് നീ ക്ഷമിക്കണേ അല്ലാഹ്. നീ അല്ലാതെ പാപങ്ങൾ മാപ്പ് ചെയ്യുന്നവൻ, ക്ഷമിക്കുന്നവൻ വേറെ ഒരാളും തന്നെ ഇല്ല അല്ലാഹ് എന്ന് ആരെങ്കിലും ഒരാൾ ഈ ആശയം വരുന്ന ഈ ഒരു ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കോടാനുകോടി നന്മ ചെയ്ത പ്രതിഫലം എഴുതപ്പെടും എന്നു മാത്രവുമല്ല, അയാളുടെ ജീവിതത്തിൽ പാപങ്ങൾ പൊറുക്കാനും വലിയ ഐശ്വര്യങ്ങൾ ലഭിക്കാനും ജീവിതത്തിൽ ഉയർച്ച കിട്ടാനും ഒക്കെ അത്
കാരണമായി തീരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞൻ ദിക്റുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ഇൻഷാ അല്ലാഹ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് ലഭിക്കാനൊക്കെ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള അമലുകളുടെയൊക്കെ വീഡിയോസ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനൊക്കെ അത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ കമൻറ്റുകളായി നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ദുആ വസിയത്തുകളും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെയൊക്കെ ഈ ഖബറ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.